നമ്മളിന്ന് നിങ്ങളെ ക്ലാസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നാലും നമ്മൾ ഈ സബ്ജക്റ്റിനെ സംബന്ധിച്ചൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ടോട്ടലി ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഔട്ട്കം എന്താണ്, എന്തിനാണ് ആസ് ആൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ നമ്മൾ എന്തിനാണ് ഈ സബ്ജക്റ്റ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് എന്ത് ചെയ്യണം, മൊഡ്യൂൾ 3 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. മൊഡ്യൂൾ 3 പമ്പുകളെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്. ഓക്കെ, സോ മൊഡ്യൂൾ 3 പമ്പ് എന്ന് എഴുതി വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് കാണാം. ആദ്യം ഈ പമ്പിൻ്റെ ഒരു മൊഡ്യൂൾ എന്ന നിലയ്ക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പമ്പ് എന്ന മെഷീൻ. ഓക്കെ, പമ്പിൻ്റെ ഡെഫിനിഷൻ എന്താണ്? പമ്പ് ആക്ച്വലി നമുക്കറിയാം ലിക്വിഡിനെ ഒരു ലോവർ പൊട്ടൻഷ്യലിൽ നിന്നും ഹയർ പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കാനുള്ള ഒരു ഡിവൈസാണ് ആക്ച്വലി എന്ത്, പമ്പ്. എന്താ ലോവർ പൊട്ടൻഷ്യൽ, എന്താ ഹയർ പൊട്ടൻഷ്യലും? ലോവർ പൊട്ടൻഷ്യൽ പറഞ്ഞാൽ താഴ്ന്ന ഭാഗത്തു നിന്ന് ഉയർന്ന ഭാഗത്തേക്ക്, അല്ലേ? ഓൾറെഡി നമുക്കറിയാം ഉയരത്തിൽ നിന്നും താഴേക്ക് ലിക്വിഡ് ഓൾറെഡി ഒഴുകിപ്പോരും. എന്താ കാരണം? ഭൂമിയുടെ അട്രാക്ഷൻ മൂലം. പക്ഷെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ്, താഴെ നിന്നും മുകളിലേക്ക്, അല്ലേ? ഉദാഹരണത്തിന് ഒരു കിണറിൽ നിന്നും വെള്ളം ടാങ്കിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചോ, അതൊരിക്കലും പോസിബിൾ അല്ല. ടാങ്കിൽ നിന്ന് നമുക്ക് കിണറിലേക്ക് വെള്ളം എത്തിക്കാൻ ബുദ്ധിമുട്ടില്ല, കാരണം ടാങ്ക് ഹൈറ്റിലായിരിക്കുന്നത്. ആ ഹൈറ്റിൽ നിന്നും ഏറ്റവും താഴത്തെ ഭാഗത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഫ്ലോ ചെയ്യും. എന്തുകൊണ്ടാണെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷേ നേരെ ഓപ്പോസിറ്റ്, താഴ്ഭാഗത്തു നിന്നും മുകൾ ഭാഗത്തേക്ക് ലിക്വിഡ് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ സോഴ്സിൻ്റെ സഹായം വേണം, പുറത്തുനിന്നുള്ള ഒരാളെ സഹായം വേണം. ആ ആൾ ആരാണ്? പമ്പാണ്. ഓക്കെ, അപ്പോൾ പമ്പിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം, ദ ഹൈഡ്രോളിക് മെഷീൻസ് വിച്ച് കൺവേർട്ട് ദ മെക്കാനിക്കൽ എനർജി ഇൻ ടു ഹൈഡ്രോളിക് എനർജി ഓർ കോൾഡ് പമ്പ്സ്. പമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഹൈഡ്രോളിക് മെഷീനാണ്. ലിക്വിഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു മെഷീനാണ്. അതിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വിച്ച് കൺവേർട്ട്, അത് മാറ്റപ്പെടുന്നു എങ്ങോട്ട്? മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജി ആയിട്ട് മാറ്റുന്ന മെഷീൻസിനെ, ഹൈഡ്രോളിക് മെഷീൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? പമ്പ് എന്ന് വിളിക്കാം. ഈ ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറഞ്ഞാൽ പമ്പ് മാത്രമൊന്നുമല്ല, ടർബൈൻ അത് മറ്റൊരു ഹൈഡ്രോളിക് മെഷീൻസ് ആണ്. അങ്ങനെ ഒരുപാട് ഹൈഡ്രോളിക് മെഷീൻസ് ഉണ്ട്. അതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വേറെ തരത്തിലാണ്. അപ്പോൾ ഇവിടെ ഈ ഹൈഡ്രോളിക് മെഷീൻസ് പമ്പാന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താ അവിടുത്തെ കണ്ടീഷൻ? എന്താ? മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. മെക്കാനിക്കൽ എനർജി പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിലെ പമ്പ് വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഇലക്ട്രിക് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ പമ്പ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ പമ്പിൻ്റെ റൊട്ടേഷൻ എന്നുള്ളത് എന്താണ്? മെക്കാനിക്കൽ എനർജിയാണ്. ഈ പമ്പ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് അല്ലെങ്കിൽ വാട്ടർ എടുത്തോ, എക്സാമ്പിളിന് വാട്ടർ എടുത്തോ, ഈ വാട്ടർ കിണറിൽ നിന്നും ടാങ്കിലേക്ക് എത്തുന്നു. ആ കിണറിൽ നിന്നും ടാങ്കിലേക്ക് ഈ ലിക്വിഡ് എത്തണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു എനർജി കൊടുക്കണം. ആ എനർജിയാണ് ഹൈഡ്രോളിക് എനർജി. ഹൈഡ്രോളിക് എനർജി എങ്ങനെ ഉണ്ടാവല്? ഇൻ ദി ഫോം ഓഫ് പ്രഷർ എനർജിയാണ്. അതായത് ലിക്വിഡിൻ്റെ പ്രഷർ വർദ്ധിപ്പിച്ചിട്ടാണ്, ലിക്വിഡിൻ്റെ പ്രത്യേകം അത് നിങ്ങളുടെ മനസ്സിൽ ഫോക്കസ് ചെയ്ത് വെക്കണം, ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ പ്രഷർ വർദ്ധിപ്പിച്ചിട്ടാണ് ഈ ഫ്ലൂയിഡിനെ ലോവർ പൊട്ടൻഷ്യലിൽ നിന്നും ഹയർ പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കുന്നത്. ലോവർ പൊട്ടൻഷ്യൽ എന്നും ഹയർ പൊട്ടൻഷ്യൽ എന്നും പറയുമ്പോൾ എന്ത് ചെയ്യേണ്ട, കൺഫ്യൂഷൻ ആവേണ്ട. എന്തുകൊണ്ട്? ലോവർ പൊട്ടൻഷ്യൽ താഴ്ന്ന ഭാഗം, ഹയർ പൊട്ടൻഷ്യൽ ഉയർന്ന ഭാഗം. സിംപ്ലി അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ എന്താണ് ഹൈഡ്രോളിക് എനർജി? ഏത് ഫോമിലാണ്? പ്രഷർ എനർജി ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈഡ്രോളിക് എനർജി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ലിക്വിഡിൻ്റെ പ്രഷർ വർദ്ധിക്കുമ്പോഴാണ്, പ്രഷർ എനർജി വർദ്ധിക്കുമ്പോഴാണ് ലിക്വിഡ് താഴ്ന്ന ഭാഗത്തു നിന്നും മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കുക. ദെൻ നമുക്ക് താഴത്തെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് മനസ്സിലാക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ചെറിയൊരു ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കാനുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് പമ്പ്. പമ്പിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്ലാസിഫിക്കേഷൻ നടത്താം. പമ്പ് ആക്ച്വലി 2 തരമുണ്ട്. ഒന്ന് ഡൈനാമിക് പ്രഷർ പമ്പ് ഉണ്ട്, അതേപോലെ തന്നെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് ഉണ്ട്. ഈ 2 തരം പമ്പുകളാണ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. അതിൽ ഡൈനാമിക് പ്രഷർ പമ്പിൽ വരുന്ന 3 പമ്പാണ് സെൻട്രിഫ്യൂഗൽ പമ്പ്, പ്രൊപ്പല്ലർ പമ്പ്, ടർബൈൻ പമ്പ്. അതിൽ നമുക്ക് ഈ പ്രൊപ്പല്ലറും ടർബൈനും നമുക്ക് ഡീൽ ചെയ്യാനില്ല. നമുക്ക് ഓൾറെഡി എന്ത് മാത്രമേ ഉള്ളൂ, ഈ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ദെൻ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിനെ വീണ്ടും 2 കാറ്റഗറി ആക്കുകയാണ്. ഒന്നാമത്തെ കാറ്റഗറിയാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ തന്നെ പിസ്റ്റൺ പമ്പ് ഉണ്ട്, അതേപോലെ ഡയഫ്രം പമ്പും ഉണ്ട്. പക്ഷേ ഈ പിസ്റ്റനും ഡയഫ്രം പമ്പൊക്കെ വർക്കിംഗ് ഒക്കെ സെയിം ആണ്. പക്ഷെ പിസ്റ്റന് പകരം ഡയഫ്രം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഡയഫ്രം പിസ്റ്റൺ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്ലാസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ ഈ
പിസ്റ്റൺ പമ്പിൻ്റെ മാത്രമല്ല ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പും കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. സോ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ കീഴിൽ വരുന്ന 2 സബ് കാറ്റഗറിയാണ് പിസ്റ്റൺ പമ്പും ഡയഫ്രം പമ്പും. ഓക്കെ, അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പും പഠിക്കാണ്ട്, പിസ്റ്റൺ പഠിക്കാണ്ട്, ഡയഫ്രം പഠിക്കാണ്ട്. റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ നമ്മൾ പഠിച്ചാൽ മതി ബാക്കിയുള്ള പമ്പുകൾ മനസ്സിലാക്കാൻ. കാരണം അതിൻ്റെയൊക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, സെയിം ആണ്. ദെൻ റോട്ടറി പമ്പ് ഉണ്ട്, അതായത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിൻ്റെ അടുത്തൊരു കാറ്റഗറിയാണ് റോട്ടറി പമ്പ്. റോട്ടറി പമ്പിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഗിയർ പമ്പിനെ സംബന്ധിച്ചാണ്, ലോബ് പമ്പിനെ സംബന്ധിച്ചാണ്, പിന്നെ സ്ക്രൂ പമ്പ്, വെയിൻ പമ്പ്. നമുക്ക് ഈ റോട്ടറി അതേപോലെ പ്ലഞ്ചർ പമ്പ് 2 പമ്പ് പഠിക്കാനില്ല, നമുക്ക് വെയിനും സ്ക്രൂവും ലോബും ഗിയറും പഠിക്കാനുണ്ട്, ഫസ്റ്റത്തെ 4 നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതിൽ ഈ ഗിയർ പമ്പിനൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വാഹനങ്ങളിൽ ഇപ്പോൾ ഒരു ബൈക്ക് എടുത്തു എന്ന് വിചാരിച്ചോ, ബൈക്കിൻ്റെ താഴത്തെ ഓയിൽ ശേഖരിക്കുന്ന ഭാഗം ഉണ്ടാവും അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഓയിൽ ശേഖരിക്കുന്ന ഭാഗത്തു നിന്ന്, ആ പാത്രത്തിൽ നിന്ന്, പാനിൽ നിന്നും ഈ ഓയിൽ നമ്മുടെ എഞ്ചിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലേ. ഓയിൽ താഴെ കിടക്കുന്നത് എഞ്ചിൻ്റെ കമ്പോണൻ്റൊക്കെ മുകൾ ഭാഗത്താണ്. അപ്പോൾ അത് മാത്രമല്ല, എഞ്ചിനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഹൈ പ്രഷറിലായിരിക്കണം ഈ ഓയിൽ നമ്മൾ പമ്പ് ചെയ്യേണ്ടത്, ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഹൈ പ്രഷറിലൊക്കെ ഈ ലിക്വിഡിനെ പമ്പ് ചെയ്യുന്നത് ഗിയർ പമ്പാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗിയർ പമ്പിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, പഠിക്കും. അതിൽ നമുക്ക് ഈ പമ്പുകളിൽ പ്രോബ്ലംസ് ഉണ്ട്, അതായത് കുറച്ച് പ്രോബ്ലംസ് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്, കാൽക്കുലേഷൻസ് ചെയ്യാനുണ്ട്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാനുണ്ട്. അത് ചെയ്യാനുള്ള 2 പമ്പ്, ഒന്ന് സെൻട്രിഫ്യൂഗൽ പമ്പ്, ഒന്ന് റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്. ബാക്കിയുള്ള പമ്പുകളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് പഠിക്കും. അതിൻ്റെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് ചെയ്യാനില്ല. നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെയും അതേപോലെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെയും പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുമല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് പമ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയാണ്. പമ്പ് 2 തരമുണ്ട്, ഡൈനാമിക്കും ഉണ്ട്, പി ഡി മീൻസ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്. ഡൈനാമിക് പമ്പിൻ്റെ താഴത്തെ കാറ്റഗറി ശ്രദ്ധിക്കുക, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിൻ്റെ താഴത്തെ കാറ്റഗറി ശ്രദ്ധിക്കുക. നമുക്ക് പഠിക്കാനുള്ളത് സെൻട്രിഫ്യൂഗൽ പമ്പ് പഠിക്കാണ്ട്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് പഠിക്കാണ്ട്, ഗിയർ പമ്പ്, ലോ പമ്പ്, സ്ക്രൂ പമ്പ്, വെയിൻ പമ്പ്, ഡയഫ്രം, പിസ്റ്റൺ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യേണ്ട, ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് പഠിച്ചാൽ തന്നെ അത് ഓൾറെഡി മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്കൊരു പമ്പിനെ പറ്റി പരിചയപ്പെടാം. സെൻട്രിഫ്യൂഗൽ പമ്പ് എന്നുള്ളതാണ് അതിൻ്റെ പേര്. എന്തുകൊണ്ടാണ് സെൻട്രിഫ്യൂഗൽ എന്നുള്ള പേര് വന്നതെന്നൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ ഉത്തരമുണ്ട്, പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത്. അതിൻ്റെ വർക്കിങ്ങായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കമ്പോണൻസ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, ഒരു തുടക്കം എന്നുള്ള രീതിയിൽ. ഇതിൻ്റെ വിശദമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ അത് കഴിഞ്ഞതിന് ശേഷം, വർക്കിംഗ് ഒക്കെ അതിന് കഴിഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പമ്പിൻ്റെ കമ്പോണൻസ് ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ഒരു കമ്പോണൻസ് പറഞ്ഞാൽ ഈ ഓറഞ്ച് കളറിൽ കാണുന്ന ഈ കമ്പോണൻസിനെ വിളിക്കുന്ന പേരാണ് ഇംപെല്ലർ. ഇവിടെ ഇതിൻ്റെ ഈ ഒരു തോടിനെ ഇങ്ങനെ പുറത്ത് കാണുന്ന ഈ ഭാഗത്ത് നമുക്ക് എന്ത് വിളിക്കാം, കേസിംഗ് എന്ന് വിളിക്കാം. മൊബൈലിൻ്റെ കേസ് എന്നൊക്കെ പറയാറില്ല, അതേപോലെ പമ്പിൻ്റെ ഒരു കേസിംഗ്, പമ്പിൻ്റെ ഒരു ഇംപെല്ലറിനെ പൊതിഞ്ഞ് നിൽക്കുന്നൊരു ഭാഗം. പക്ഷേ ഇംപെല്ലറിനെ പൊതിഞ്ഞ് നിൽക്കുന്നൊരു ഭാഗം എന്ന് മാത്രമല്ല കേസിങ്ങിൻ്റെ ഫംഗ്ഷൻ, അതിന് കൃത്യമായിട്ട് എന്തുണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഡെലിവറി വാൾവ്, ഈ കാണുന്നത്. ഈ പൈപ്പിനെ നമുക്ക് ഡെലിവറി പൈപ്പ് എന്ന് വിളിക്കാം. അതേപോലെ ഇത് കിണറാന്ന് വിചാരിച്ചു, ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഇത് വെള്ളം മീൻസ് ലിക്വിഡ് ശേഖരിക്കുന്ന ഭാഗം, ഒരു റിസർവോയർ എന്ന് പറയാം, അല്ലെങ്കിൽ സമ്പ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം, സമ്പ്, SUMP, സമ്പ്. അതായത് ലിക്വിഡ് സ്റ്റോർ ചെയ്യുന്ന ഭാഗത്തെ വിളിക്കുന്ന ഒരു പേരാണത്. അപ്പോൾ ഇതൊരു സമ്പാണ്. ഈ സമ്പിൽ നിന്നാണ് ഈ പമ്പ് എന്ത് ചെയ്യുന്നത്, ഈ സക്ഷൻ പൈപ്പിലൂടെ എങ്ങോട്ട് എത്തിക്കുന്നത്, ഏത് ഹൈറ്റിലേക്കാണോ ഹൈറ്റിലേക്ക് എത്തിക്കുന്നത്, ഡെലിവറി പൈപ്പിലൂടെ ആ ഹൈറ്റിലേക്ക് എത്തിക്കും. അതിൽ താഴെയുള്ള ഈ ഒരു ഭാഗത്തെ നീല കളർ ഭാഗത്ത് ഫൂട്ട് വാൾവ് ആൻഡ് സ്ട്രെയിനർ, അതിൻ്റെ ഉള്ളിൽ ഒരു ഫൂട്ട് വാൾവ് ഉണ്ട്, പിന്നെ ഒരു സ്ട്രെയിനർ ഉണ്ട്, ഒരു അരിപ്പ പോലത്തെ ഒരു ഭാഗമുണ്ട്. ആ സ്ട്രെയിനറിൻ്റെ ഡ്യൂട്ടി നമുക്കറിയാം ഓൾറെഡി. ഈ സമ്പിൽ കിടക്കുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾസ്, പമ്പിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ലാത്ത പാർട്ടിക്കിൾസിനെ അരിച്ചെടുക്കുന്ന ഡ്യൂട്ടിയാണ് സ്ട്രെയിനർ ചെയ്യാറ്. ഫൂട്ട് വാൾവ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതൊക്കെ നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന പമ്പാണ് ആക്ച്വലി സെൻട്രിഫ്യൂഗൽ പമ്പ്. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് ഒക്കെ എന്ത് ചെയ്യാം, ഇന്ന് പരിചയപ്പെടുക. ബാക്കി എന്ത് ചെയ്യാം, നമുക്ക് വിശദമായിട്ട് തന്നെ ക്ലാസ്സിലേക്ക് പ്രവേശിച്ച് വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഒരു ഫിഗർ കാണിക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ആക്ച്വൽ ഫിഗർ. ഓക്കെ, ഈ സ്റ്റീൽ കളറിൽ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് ഈ യെല്ലോ കളറിലുള്ളത് ഇംപെല്ലർ. പുറത്തുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ കേസിങ്, അതാണ് ഈ കാണുന്നത്. ഓക്കെ, ഇവിടെ പിന്നെ ഒരു ഹോളുണ്ട്. ഈ ഹോളിൻ്റെ പ്രത്യേകത ഇവിടേക്കായിരിക്കും സക്ഷൻ പൈപ്പ് വന്ന് ജോയിൻ ചെയ്യുക. സക്ഷൻ പൈപ്പ് പറഞ്ഞാൽ
കിണറിൽ നിന്നും, ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണ്, കിണറിൽ നിന്നും പമ്പിലേക്ക് എത്തിക്കുന്ന ആ പൈപ്പ്, ഈ പൈപ്പാണത് ഇവിടെ കണക്ട് ചെയ്യാണ്. അത് ആക്ച്വൽ ഫിഗർ ഇങ്ങനെയാണ്. ഇത് പറഞ്ഞാൽ നമുക്കറിയാം ഡെലിവറി പൈപ്പ്, അതായത് ഇങ്ങനെ കിണറ്റിൽ നിന്ന് വെള്ളം ഇതിനുള്ളിലേക്ക് എത്തി ഇതിനുള്ളിൽ കൂടെ കറങ്ങും, കറങ്ങിയിട്ട് എന്ത് ചെയ്യാണ്, ടാങ്ക് ആണെങ്കിൽ ടാങ്കിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെലിവറി പൈപ്പ് അല്ലേ, പുറത്തേക്ക് എത്തിക്കുന്ന ഡെലിവറി ചെയ്യുന്ന ലിക്വിഡ് ഡെലിവറി ചെയ്യുന്ന പൈപ്പിനെ ഡെലിവറി പൈപ്പ് എന്ന് വിളിക്കാം. ഈ ഡെലിവറി പൈപ്പ് കണക്ട് ചെയ്യുക ഈ ഭാഗത്താണ്. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കിനി ഈ മൂന്നാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്യാണ്ട്, അത് ഇതിൻ്റെ വർക്കിംഗ് പറയുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയും ഉഷാറായിട്ട് പഠിക്കാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.